RSSകാരനായ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിച്ച് ശരിയാക്കാൻ തീരുമാനിച്ചു. അതിന് ഗവർണർ തെരഞ്ഞെടുത്ത വഴി ദേശീയത ഉയർത്തുന്ന ഭാരതാംബയാണ്. ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന കാവിക്കൊടി RSSന്റെ കോണകമാണെന്ന് വിശ്വസിക്കുന്ന SFIക്കാർക്ക് അത് അംഗീകരിക്കാനേ കഴിയില്ല. എന്തായാലും കിട്ടിയ സുവർണാവസരം പാഴാക്കാതെ ഗവർണർക്കെതിരെയുള്ള സമരം ശക്തിപ്പെടുത്തിയിരിക്കുന്നു. അടിസ്ഥാനപരമായി ഈ സമരം കൊള്ളുന്നത് പിണറായിയുടെ പോലീസിനെ തന്നെയാണ്. ഗവർണർക്കും രാജ്ഭവനും കേരള സർവകലാശാലയ്ക്കുമൊക്കെ സംരക്ഷണം ഒരുക്കേണ്ട ബാധ്യത അത് ഗവർണർ പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞാലും പോലീസിന് ചുമതലയാണ്. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഈ SFI ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ പോലീസിന് പലപ്പോഴും നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നു. ഇവർ പറയുന്നത് അതേപടി ചെയ്തിരുന്നവർ ഇപ്പോൾ അല്പം വ്യത്യാസപ്പെടുത്തിയിരിക്കുന്ന കാഴ്ച കാണാം. സർവകലാശാല ആസ്ഥാനം വളയുന്ന DYFIക്കാരെയും SFIക്കാരെയും ഒക്കെ തടയാനുള്ള ധൈര്യമെങ്കിലും ഇപ്പോൾ പോലീസിനുണ്ട്. രാജ്ഭവന് മുമ്പിൽ നടന്ന ഒരു കാഴ്ച കാണുക. ആ കാഴ്ച ഞെട്ടിക്കുന്നതാണ്. ബാരിക്കേഡുകൾ തീർത്തു പോലീസ് രാജ്ഭവനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ബാരിക്കേഡുകൾ തകർത്ത് അതിന് മുകളിലേക്ക് കയറി ഉറഞ്ഞു തുള്ളുകയാണ്. പാടാ എന്ന് വെല്ലുവിളിച്ച് പോലീസിനോട് മെക്കിട്ട് കയറുകയാണ് ക്രിമിനൽ വാസനയുള്ള SFIക്കാർ. വാസ്തവത്തിൽ പോലീസ് എന്താണ് അവിടെ ചെയ്യേണ്ടത്? പോലീസിന്റെ ജോലി സുരക്ഷ ഉറപ്പാക്കുകയാണ്. ഗവർണർ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ തകർത്ത് ചാടിക്കയറിയാൽ പോലീസ് ചെയ്യേണ്ടത് വെടിവെക്കുകയാണ്. അതിനാണ് പോലീസിന് തോക്ക് കൊടുത്തിരിക്കുന്നത്. വെടിവെക്കേണ്ടിടത്താണ് പോലീസ് മോനെ പാലെ തേനെ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ചേർത്ത് പിടിക്കുന്നത്. പോലീസിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവർ പൊട്ടിത്തെറിക്കുമ്പോൾ, വൃത്തികേട് പറയുമ്പോൾ, പുലഭ്യം വിളിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നത് ആത്മാഭിമാനമുള്ള പോലീസ് സേനയുടെ ആത്മവീര്യത്തിന് മേലുള്ള കടന്നാക്രമണമാണ്.